വലിയൊരു ചോദ്യമാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി ചുരുണ്ടു പോവുകയാണ്, പ്രോബ്ലമാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഡോക്ടറുടെ പ്രോബ്ലം അല്ലേ, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച ടെക്നിക്ക് ശരിയല്ല, എൻ്റെ സർജറി ടീമിന് അത് ശരിയായിട്ട് ചെയ്തില്ല? സുഹൃത്തെ, ഇത് നോർമലാണ്. കാരണം എൻ്റെ മുടിയും ചുരുളാറുണ്ട്. മുടിയാണെങ്കിൽ അത് ചുരുളും. എന്തുകൊണ്ട് ചുരുളുന്നു? ഒരു റീസൺ ഞാൻ പറഞ്ഞുതരാം. മെയിൻ റീസൺ എന്നുള്ളത്, ഇപ്പം നമ്മളൊരു എക്സിസ്റ്റിംഗ് ഹെയറുള്ള വ്യക്തി ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി വിട്ടേക്ക്, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ മുടി ഒരു സ്ക്വയർ സെൻറ്റിമീറ്ററിലാണ് അതിന് കണക്കെടുക്കുക. ഒരുപാട് ഗ്രാഫ്റ്റുകൾ ഉണ്ടാവും, അടുപ്പിച്ചായിരിക്കും ഉണ്ടാവുക. മേ ബി 100 ഉണ്ടാവുക, 120 ഉണ്ടാവുക. അപ്പം നമ്മൾ ഒരു മുടി വളരുമ്പോൾ മറ്റേ മുടിയുടെ ഇടയിൽ അത്രയും ഗ്യാപ്പ് കുറവാണ്. അപ്പം ഇതിന് തമ്മിൽ സപ്പോർട്ട് കൂടുതൽ കിട്ടും. അപ്പം എന്താ പറയുക, ചുരുളാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി ചുരുളാൻ ഒരു റീസൺ എന്ന് വെച്ചാൽ, ഇത് നമ്മളൊരു സ്ലിറ്റ് ഇടുന്നില്ല, ഹോൾ ഇടുന്നില്ല. എന്തായാലും നാച്ചുറൽ മുടീൻ്റെ ആ ഒരു അത്ര അടുപ്പിച്ച് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സ്കിൻ ഡാമേജ് ആയി പോകും, അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് വളരാതിരിക്കാം. അപ്പോൾ ഈ ഒരു മുടിക്കും മറ്റൊരു മുടിക്കും തമ്മിൽ സപ്പോർട്ട് കുറവാണ്. അതുകൊണ്ടാണ് മെയിൻ റീസൺ അത് ചുരുളാണ് ഒരു റീസൺ. പിന്നെ വേറെ കാര്യം, കരൾ വരാനുള്ള ഒരു റീസൺ നിങ്ങളെ മുടി ചെയ്യാറില്ല. മെയിൻ റീസൺ ഞാൻ എത്ര പേരോട് പറഞ്ഞു നേരിട്ട്, അതേപോലെ എന്നെ വിളിക്കുന്ന ആൾക്കാരെല്ലാം ഞാൻ പറയാറുണ്ട്, അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി ടച്ച് ചെയ്യാറില്ല. അതായത് കൈ കൊണ്ട് ടച്ച് ചെയ്യില്ല. ഒരു 15 ദിവസമൊക്കെ കഴിഞ്ഞാൽ നമ്മളെ മുടി നമ്മൾ തലയിൽ തൊടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ റബ്ബ് ചെയ്യുന്നുണ്ടോ നല്ലതാണ്. ചെറിയ സ്മോൾ റബ്ബിങ് കൊടുക്കണം. ആൻഡ് നമ്മൾ ഒരു 4 മാസമൊക്കെ കഴിഞ്ഞാൽ മുടി ചീകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഏറ്റവും ബെസ്റ്റാണ്, സർക്കുലേഷൻ കൂടും. ചീകുമ്പോൾ കുറച്ച് മുടികൾ പോവും. ഇത് മുടികളാണ് പോകുന്നത്. നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് മുടിയല്ല. ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഗ്രാഫ്റ്റാണ്, മുടിയല്ല. മുടി പുറമേ കാണുന്നത് മാത്രമാണ് മുടി. ഇതിൻ്റെ ഭൂരിഭാഗവും സ്കിന്നിൻ്റെ ഉള്ളിലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഹോളുകൾ എടുത്തിട്ട് എന്തിനാണ് ഗ്രാഫ്റ്റ് വെക്കുക? ആ ഹോളുകൾ എടുക്കിയിട്ട് ആ ടിഷ്യൂനെയാണ് നമ്മൾ സ്കിന്നിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി മുടി ചെയ്യാതിരിക്കരുത്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.